CPIM-ൽ പല നേതാക്കളും പാർട്ടി വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെയുള്ള CPIM നേതാക്കൾ കൃത്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായ വിയോജിപ്പ് പിണറായി വിജയന്റെ ഏകാധിപത്യത്തോട്, ആ നടപടിയോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം CPIM വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നവരുടെ അവസ്ഥ കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. TP ചന്ദ്രശേഖരനെ പോലെ നിരവധി പേർ ക്രൂര മർദ്ദനത്തിനും ജീവൻ ഒലിയുന്നതിനും കാരണമായി. നമുക്കറിയാം MV രാഘവൻ CMB തുടങ്ങിയപ്പോൾ CMBയിലേക്ക് പോയ പല നേതാക്കളെയും ഏറ്റവും നിഷ്ഠൂരമായി CPIM കൈകാര്യം ചെയ്തത് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം. MVR-നെ ഏറ്റവും മോശമായി തെക്കി ബസാറിലേക്ക് വലിച്ച് ചെരുപ്പുമാലയിട്ട കഥ കെ സുധാകരൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഒറ്റയ്ക്ക് 3 ടയർ സുരക്ഷ കൊടുത്ത നേതാവാണ് കെ സുധാകരൻ. ഒരുപക്ഷെ CPIM ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ആരെയെങ്കിലും ഗൗരവത്തോടെ ഭയക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് നല്ലപോലെ ഭയം കയറുന്നുണ്ടെങ്കിൽ അത് കെ സുധാകരനെ മാത്രമാണ്. കാരണം അദ്ദേഹം ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യും, അദ്ദേഹത്തിൻ്റെ റിട്ടാലിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് CPIM-ന്റെ നേതാക്കൾക്ക്, അതായത് അന്തം കമ്മികൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. സൈബർ പോരാളികൾ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും കോൺഗ്രസിന് സ്വന്തമാകും, ഒരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അട്ടിച്ച് പൊളിച്ച് നടക്കുകയാണ് PP ദിവ്യ. ഒരു കൂസലുമില്ലാതെ ഒരു കുടുംബത്തെ വഴിയാധാരമാക്കി അനാഥമാക്കി പിച്ച് ചീന്തിയിട്ട് രാക്ഷസിയെ പോലെ ഇരുന്ന് ചിരിക്കുകയല്ലേ എന്ന് സൈബർ കമൻറ്റുകൾ വരുമ്പോൾ ഉടനെ സ്ത്രീ കാർഡ് ഇറക്കി നിയമപരമായി നേരിടുമത്രേ. അതെന്താ, പുരുഷന്മാർക്ക് എന്താ ജീവന് വിലയില്ലേ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. AJ ഷൈനെതിരെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഉടൻ വീണ്ടും സ്ത്രീ കാർഡ് ഇറക്കി നന്മമരം ചവയാൻ ശ്രമിക്കുകയാണ്. തിരുവനന്തപുരത്ത് അഴിമതിയുടെ കുംഭകോണം നടത്തിയ മേയർ ആര്യ രാജേന്ദ്രനും അവർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് വരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഉടനെ ഇറക്കുന്നത് വനിതാ കാർഡാണ്. അത് ഇറക്കിയാൽ പിന്നെ ആരും ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ 6 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ, അതിൽ കൊച്ചിയും കണ്ണൂരും ഉറപ്പായി UDF-ന്റെ കൂടെ തന്നെയാണ്. ബാക്കി 4 പൊരിഞ്ഞ മത്സരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ അവിടെ കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ശക്തമായ തിരിച്ചടി ഇത്തവണ BJP-ക്കും CPIM-നും ഒരുപോലെ കൊടുക്കും എന്ന് തന്നെയാണ് ശബരിനാഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്.